ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ബാലൻ മിഥുനെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അയ്യോ, ഗോമതിക്കാണെങ്കിൽ സംശയത്തോട് സംശയം. ഇനിയിപ്പൊ ബാലന്റെ അവിഹിതത്തിൽ വല്ലതും ഉള്ള പുത്രനാണോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങൾ അങ്ങനെയും സംശയിക്കും, ഗോമതിനെ കുറ്റം പറയേണ്ട കാര്യവുമില്ല. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും അതുപോലെ മിത്രയും കൂടെ വീട്ടിലെത്തി. പക്ഷെ മിഥുനെ കണ്ടില്ല. മിഥുനെ കാണാനുള്ള ആ ഒരു തത്രപ്പാടിലാണ്. അപ്പം ഗോമതി വന്ന ഉടനെ തന്നെ പരിഭവവും പരാതിയൊക്കെ മീനാക്ഷിയോടും മിത്രയോടും പറഞ്ഞു. ഇത് അങ്ങേരുടെ ഏതോ ബന്ധത്തിലുള്ളതാ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ബാലൻ ഇവരുടെ ആ ഒരു ഇവര് മീറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഏതായാലും ഇവര് മീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മീനാക്ഷിക്കോ മിത്രയ്ക്കോ ഉണ്ടാകുന്ന ആ ഒരു അത്ഭുതം, ആ ഒരു ആശ്ചര്യമൊക്കെ കണ്ടിട്ട് വേണം മനസ്സിലാക്കാനായിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻ ഇതെല്ലാം നോക്കി കാണാണ്. അവിടെയാണെങ്കിലോ നമ്മുടെ മിഥുൻ ബാത്റൂമിൽ കയറിയിരിക്കുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഗോമതി ആണെങ്കിൽ ഇറങ്ങടാ പുറത്ത്, ഇത് എന്ത് മര്യാദയാ, കുറെ നേരം അതിലെ വിളിക്കാൻ തുടങ്ങിയിട്ട് നീ എന്താടാ ഇറങ്ങി വരാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് തുള്ളുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്രയും മീനാക്ഷിയും പറയുന്നുണ്ട്, എന്താമ്മ ഇത് പോട്ടെ, സാരമില്ല, എന്തിനാ വെറുതെ വിളിക്കുന്നത്, അവര് ബാത്റൂമിലല്ലേ, ടോയ്ലറ്റിലല്ലേ, അപ്പൊ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല, അത് ശരിയല്ലല്ലോ, ഏതായാലും ഇറങ്ങി വരട്ടെ, വന്നു കഴിഞ്ഞ് നമുക്ക് കാണാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഗോമതിനെ നിർബന്ധിച്ച് വിളിച്ച് ഇവര് കൂട്ടി ഇറക്കി ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ്. കാരണം അവിടെ നമ്മുടെ മിഥുൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അത്ഭുതമോ നമ്മുടെ മിത്രയ്ക്ക് എന്നാ പേടിയോ ഒന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര മാത്രം ഞെട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് നമ്മുടെ കഥ അത്ര പെട്ടെന്ന് ഓടണ്ടെന്ന് ഓർത്തിട്ടായിരിക്കാം നമ്മുടെ ഡയറക്ടർ സാറൊക്കെ കൂടി ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് മിത്ര റൂമിൽ നിന്ന് പോവുകയാണ്. മിത്രയും മീനാക്ഷി റൂമിൽ നിന്ന് പോവുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ ബാലനാണെങ്കിൽ ഇവൻ അവിടെ എന്തെടുക്കുക, ഇവൻ ഇറങ്ങി വരുന്നില്ലല്ലോ എന്നുള്ള രീതി ഇരിക്കുക. ഇനിയിപ്പൊ അതിനകത്ത് നമ്മുടെ മിഥുനുണ്ടോ, അതോ ഇനി മിഥുൻ ഈ വഴിക്ക് വല്ലതും ഇറങ്ങി വേറെ എങ്ങോട്ടേലും ഓടിപ്പോയൊന്നും പോലും അറിയത്തില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്ന സ്റ്റേജിലൊന്നും അല്ലെങ്കിൽ പോലും കഥ ഇച്ചിരി വലിച്ച് നീട്ടിക്കൊണ്ടൊക്കെ പോണെങ്കിൽ ഇപ്പൊ നമ്മുടെ മിത്രയും അതുപോലെ മിഥുനും കൂടെ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കഥ അങ്ങ് വലിച്ചു നീട്ടാൻ പറ്റൂലല്ലോ ഇവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ ഡയറക്ടർ സാറ് എന്താ ചെയ്യാ, നമ്മുടെ മിഥുനെ അതിലേക്കൂടെ വഴി ഇറക്കി വിട്ടോന്നും അറിയത്തില്ല. ഇതിനോടൊപ്പം തന്നെ കൃഷ്ണമംഗലത്താണെങ്കിൽ എങ്ങനെയെങ്കിലും മിഥുനെ കണ്ടുപിടിക്കണം, മിഥുനും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തുള്ളൂ, മിഥുനും കൂടെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അലോഹ്. കാരണം മിഥുനുണ്ടെങ്കിൽ നമ്മുടെ മിത്രയുമായിട്ടുള്ള ആ ഒരു ബന്ധം മിഥുന് അറിയാലോ, അലോഹിന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഓർത്തിരിക്കുന്ന മിത്രയുമായിട്ടുള്ള ബന്ധമല്ല, നമ്മുടെ ആരോടാ, ആര്യനുമായിട്ടുള്ള ശത്രുത അതറിയാലോ. അപ്പം ആ ഒരു ശത്രുത ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ശത്രു അലോഹിന്റെ മിത്രമാണല്ലോ. അപ്പൊ ആ വഴി ഇവരെ എങ്ങനെയെങ്കിലും പെടുത്തണം. അതുപോലെ തന്നെ സ്വത്തുക്കളൊക്കെ ഗോമതിയുടെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അലോഹിന്. അപ്പൊ കൂടെ കരുത്താർജിച്ച നമ്മുടെ മിഥുനും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം പിടിച്ചെടുക്കാമെന്ന ആ ഒരു ദിവാസ്വപ്നവുമായിട്ടാണ് ഇപ്പൊ അലോഹ് നടക്കുന്നത്. അപ്പൊ അലോഹ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ മിഥുനെ കണ്ടെത്തിയാൽ മതി എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ മിഥുനെ അന്വേഷിച്ചിട്ട് അലോഹ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പം മിഥുനും അലോഹും തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്തായി തീരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും മിഥുൻ അറിയാലോ തൊട്ടടുത്ത് അലോഹ ഉണ്ടെന്ന്. അപ്പൊ മിഥുന് മെമ്മറി ഒന്നും ഇല്ല, മിഥുന്റെ എല്ലാം ഓർമ്മശക്തി പോയി എന്നൊക്കെ ഓർത്തായിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മിഥുന് ഓർമ്മയും ഓർമ്മശക്തിയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. മിഥുന് അതൊക്കെ അഭിനയിക്കുന്നതാണ്. മിഥുന് നടക്കാൻ പറ്റില്ല, ഓർമ്മശക്തി ഇല്ല എന്നൊക്കെ മിഥുന് അഭിനയിച്ച് തകർക്കുന്നതാണ്. അല്ലാതെ മിഥുന് ഓർമ്മശക്തി ഇല്ലായ്കയൊന്നും ഇല്ല. മിഥുന് ഇപ്പൊ ഒരാളെ കണ്ടാൽ അത് ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള എല്ലാ മെമ്മറിയും മിഥുനുണ്ട്. പക്ഷെ അത് മിഥുന് അഭിനയിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ബാലനെ തന്നെയാണ്. അപ്പൊ ബാലൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതിപ്പം പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ തന്നെ ആയി പോയല്ലോ കാര്യങ്ങളൊക്കെ. ഞാനാണ് നോക്കിയിരിക്കുവാണ് മിഥുനും കൂടെ തമ്മിൽ കാണാന്, പക്ഷെ ഇവര് തമ്മിൽ കാണുന്നുമില്ലാത്തൊരവസ്ഥ. അപ്പം എങ്ങനെയെങ്കിലും നമ്മുടെ മിഥുന്റെ റൂമിലേക്ക് മിത്രേനെ കൊണ്ടെത്തിക്കണം. അപ്പൊ മിത്രയും മിഥുനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയണം. അപ്പൊ അതും കൊണ്ട് തന്നെ നമ്മുടെ ബാലൻ
പല കളികളും മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കളിക്കുകയാണ്. മിത്രേനെ എങ്ങനെയെങ്കിലും നമ്മുടെ മിഥുനെ കാണിക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാടാണ് കേട്ടോ പുള്ളിക്കാരൻ. പക്ഷെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ മിത്ര ആ മുറിയിൽ കയറുന്നുമില്ല, മിഥുനൊട്ട് കാണുന്നുമില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ബാലൻ ഒരു കാര്യം മിത്രയോട് എന്ന് പറയാണ്, മോളെ എനിക്കിപ്പോ തൽക്കാലം എത്രയും പെട്ടെന്ന് കടയിൽ എത്തിയേ പറ്റത്തുള്ളൂ. നിനക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ കടയിൽ നടക്കുന്നത്. ആകാശും ദേവിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൽപ്പിടുത്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം പെട്ടെന്ന് കടയിലേക്ക് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം കടയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഗോമതിനെ വലിയ വിശ്വാസമൊന്നുമില്ല ആ പയ്യനെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട്. കാരണം ഗോമതിയുടെ സ്വഭാവം അറിയാമല്ലോ, ഗോമതിക്ക് ആ പയ്യനോട് ഒരു ദേഷ്യമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ നന്നായിട്ട് നോക്കുകയോ അവന് മരുന്ന് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം. മോള് ഇപ്പൊ തൽക്കാലം അവന്റെ ചാർജ് അങ്ങോട്ട് ഏറ്റെടുക്കണം. മോള് അങ്ങോട്ടേക്ക് കുറച്ച് നേരം അവനെ നോക്കണം, സംരക്ഷിക്കണം. ഞാൻ കടയിലേക്ക് പോയിട്ട് വരുന്ന സമയം വരെ മതി. അപ്പൊ മോളെ ഒരു കാര്യം ചെയ്യണം, അവനെ നോക്കാൻ മോളെ കൊണ്ട് പറ്റുമോ? പറഞ്ഞു അതിനിപ്പോ എന്താ, ഞാൻ നോക്കിക്കോളാം, വയ്യാണ്ട് കിടക്കുന്ന ഒരാളല്ലേ അച്ഛാ. ആരും ഇല്ലെങ്കിൽ നമ്മളെ നോക്കിയാൽ നമുക്കല്ലേ അതിന്റെ പുണ്യം കിട്ടത്തുള്ളൂ. അതിനൊരു കുഴപ്പമില്ല, അച്ഛനൊരു കാര്യം ചെയ്യും. ആദ്യം ചെന്ന് ആകാശേട്ടന്റെയും ദേവിയെടുത്തിയുടെ ഒക്കെ വഴക്കൊക്കെ തീർത്തിട്ട് പതിയെ വന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പം ബാലന്റെ മനസ്സിൽ നിറയെ എന്താണ്, ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണം, ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് അറിയണം. അപ്പൊ ആ പേഴ്സിനകത്ത് ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന പിന്നെ റിവൈൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് പറക്കി ഇരിക്കുകയാണ് ആര്, നമ്മുടെ ബാലന്. ഏതായാലും ബാലൻ കടയിൽ പോകുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ ബാലൻ എന്താണ് ചെയ്യുന്നത്, മാറിപ്പോയി നിൽക്കുകയാണ്. അങ്ങനെ മാറിപ്പോയി നിന്ന് ജനലിന്റെ സൈഡിൽ ഇങ്ങനെ മാറിപ്പോയി നിന്നിട്ട് മിത്ര എന്താ പറയുക, നമ്മുടെ മിഥുനെ സംരക്ഷിക്കുന്നതൊക്കെ കാണണം. അതുപോലെ തന്നെ മിഥുന്റെ മുഖം മിത്ര കാണുമ്പോൾ ഉണ്ടാകുന്ന മിത്രയുടെ ആ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് അറിയണം. അതിനുവേണ്ടി മറഞ്ഞു മാറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര എന്ത് ചെയ്യുന്നു, അപ്പൊ ഈ ഗുളികയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു, എന്നാ പിന്നെ ഗുളികയൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളവും ഒക്കെ എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്നു. അപ്പം നമ്മുടെ മിഥുൻ ഇങ്ങനെ തളർന്നു കിടക്കുന്നു, തിരിഞ്ഞു കിടക്കുന്നു. അപ്പം ഹലോ 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 എന്ന് പറഞ്ഞിങ്ങനെ തട്ടി വിളിക്കുകയാണ്. അതെ, മരുന്ന് തരാം, അച്ഛനിവിടെ ഇല്ലാട്ടോ, അച്ഛനെ പോയേക്കോ കടയില്, ഞാനേ ഇപ്പൊ ഇവിടെ ഉള്ളൂ, എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്, അതുകൊണ്ട് ദേ എണീറ്റെ, മരുന്ന് ഞാൻ തരാം എന്നും പറഞ്ഞ് തിരിഞ്ഞു കിടന്ന് നമ്മുടെ മിഥുനെ ഇങ്ങോട്ട് പിടിച്ച് തിരിച്ചതും ഒരൊറ്റ ഞെട്ടലായിരുന്നു. കയ്യിലിരുന്ന ആ വെള്ളം അങ്ങ് താഴെ പോയി അങ്ങ് പൊട്ടി ചെതറുകയാണ്. ഏതായാലും വല്ലാത്തൊരു മാനസികാവസ്ഥ, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല നമ്മുടെ മിത്രയ്ക്ക്. മിത്ര ഒരു ഒറ്റ മാർച്ചയായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ ബാലന് കാര്യം പിടികിട്ടി. അപ്പം ബാലൻ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം ബാലൻ അവിടെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും നമ്മുടെ ബാലന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ബാലൻ ഒളിച്ചു നിന്നിതെല്ലാം കണ്ടു എന്ന് നമ്മുടെ മിത്ര മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഏകദേശം കാര്യങ്ങൾ ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ ബാലൻ അവിടെ നിന്ന് നേരെ കടയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം മനസ്സിൽ, എടി പെരുങ്കള്ളി മിത്രേ, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നീ എന്റെ മോനെയും ചതിക്കുകയായിരുന്നോ, അതോ ഇതിനി അവനും ഇതൊക്കെ അറിയാമോ, ഇതിന്റെ പിന്നിൽ എന്താ കഥ എന്ന് കണ്ടെത്തിയിട്ടേ ഓൾറെഡി ഞാൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് നമ്മുടെ ബാലൻ പോകുന്നത്. ഇതേ സമയം ആയിക്കോട്ടെ, വെപ്രാളം കൊണ്ട് മനസ്സിനെ പിടിച്ചു നിർത്താനൊന്നും ആ ഒരു മാനസികാവസ്ഥയിലല്ല നമ്മുടെ മിത്ര. ഇച്ചിരി മതി മിത്രയ്ക്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആര്യനെ വിളിച്ചിട്ട്, ആര്യ പെട്ടെന്ന് ആര്യൻ ഇവിടെ വരെ വരണം, ഞാൻ ചത്തുപോകും ആര്യ, എനിക്ക് പേടിയാവുക, എന്താ മിത്ര പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഇവിടെ അച്ഛൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുന്ന ആ പയ്യൻ ആരാണെന്നറിയാമോ, അത് വേറെ ആരുമല്ല, അത് മിഥുന, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും, ഞാൻ തന്നെ ഉള്ളു ഇവിടെ, മിഥുൻ അതിനകത്തുകൊണ്ട്, പെട്ടെന്ന് വാ പ്ലീസ്, പെട്ടെന്ന് വാ ആര്യ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട ആര്യനെ വിളിക്കുന്നു. ആര്യനാണെങ്കിൽ, നീ സമാധാനപ്പെട്, നീ ഒന്നും കൂടെ നോക്ക, അത് മിഥുൻ തന്നെയാണോ, അയ്യോ ഇനി നോക്കാനൊന്നും ഇല്ല ആര്യ, പെട്ടെന്ന് വരാൻ പറയുന്നു. അങ്ങനെ മിഥുൻ ഓടിയെത്തുകയാണ് അവിടെ. മിഥുൻ വന്ന് നമ്മുടെ മിത്രനെ സമാധാനിപ്പിക്കുന്നു. മിഥുനല്ല വരുന്നത്, ആര്യൻ വന്ന് മിത്രനെ സമാധാനിപ്പിക്കുന്നു. ഉടനെ തന്നെ മിഥുന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെന്ന് മിഥുനെ തിരിച്ചും മറിച്ചും തട്ടിയും ഒക്കെ ഇട്ട് നോക്കുന്നു. അപ്പോഴൊരു ചത്ത് കിടക്കുന്ന ശവം പോലെ അല്ലാതെ ഒന്നും നമുക്ക് പെട്ടെന്ന് ഒരിതില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ മിഥുൻ അഭിനയിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മറന്നു പോകരുത്. കാരണം കുറെ ദിവസം ഇങ്ങനെ തന്നെ മിഥുന്റെ ആ ഒരു കണ്ടീഷൻ കിടക്കും. പക്ഷെ മിഥുൻ ഇതൊക്കെ അഭിനയിക്കുന്നതാണ്. ഏതായാലും മിഥുൻ ചത്ത പോലെ തന്നെ കിടക്കുന്നു. അപ്പം അവിടെ ഏതായാലും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആര്യം പറയുന്നുണ്ട്, അവൻ ഇത് കോമ സ്റ്റേജിൽ അങ്ങാണ്ടാണ്,
ഏതായാലും അവൻ്റെ വായിൽ നിന്ന് സത്യങ്ങളൊന്നും പുറത്ത് ചാടിയിട്ടില്ല. ഏതായാലും ഇനി ഈ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, ഈ വീട്ടിൽ നിന്ന് നമുക്ക് പോയേ പറ്റൂ. അച്ഛൻ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കും, അപ്പം നമ്മൾ ആകെപ്പാടെ ഇടങ്ങേറാകും. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഏതായാലും നമുക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയും ആര്യനും കൂടി ഗോമതിയോടൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലം എങ്ങോട്ടേലും മാറി നിൽക്കാനാണ് അവർ പോകുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ ബാലന്റെ തന്ത്രങ്ങളൊക്കെ വഴിപിഴച്ചു പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഞാനിപ്പോ നാളത്തെ കഥയും അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിലെ ആ ഒരു ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്താട്ടോ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആഴ്ചയിലേക്കൊക്കെ ഇത് നീണ്ടുപോകും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. അപ്പൊ നമ്മൾ 2 ദിവസം വീഡിയോ ചെയ്തില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടുമല്ല, കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പൊ അതായിരുന്നു കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. എനിക്കല്ല, കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു എൻ്റെ മോന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടിയിരുന്നില്ല. അതാട്ടോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി എന്നും അതുപോലെ നമ്മൾ വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.